യാത്ര പൊതുവെ ഇഷ്ടമുള്ളവരാണ് നമ്മൾ. പ്രത്യേകിച്ച് ട്രെയിൻ യാത്രയൊക്കെ നമ്മൾ പലയിടങ്ങളിലും പോകുന്നവരാണ്. സഞ്ചാരം വളരെ താല്പര്യമുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് മാത്രമല്ല, ഒരുപാട് കുളങ്ങരമാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു ട്രെയിൻ യാത്രയിലൂടെ ജീവിതം മാറി മറിഞ്ഞ ഒരു വ്യക്തിയുണ്ട്. മറ്റാരുമല്ല, ബോളിവുഡിൻ്റെ കിങ് ഖാൻ അഥവാ ഷാരൂഖ് ഖാനാണത്. 1991 അമ്മയുടെ മരണശേഷം ആ ദുഃഖം മാറുന്നതിന് മുമ്പ് ഷാരൂഖ് ഖാൻ താൻ ജനിച്ചു വളർന്ന ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്ക് സിനിമ എന്ന സ്വപ്നവുമായി ട്രെയിൻ കയറി. കൈ പൈസയില്ല, സിനിമയിൽ യാതൊരു ബന്ധവുമില്ല, ആരെ അറിയത്തുമില്ല. സുഹൃത്തുക്കളുടെ അടുത്തായിരുന്നു താമസം. കാരണം വാടകയ്ക്ക് റൂം എടുക്കാനൊന്നും പൈസയില്ല. പതുക്കെ അദ്ദേഹത്തിന് ചില്ലറ സിനിമകളൊക്കെ ലഭിച്ചു തുടങ്ങി. 1992 ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന സിനിമയിലൂടെ ആദ്യമായി ബിഗ് സ്ക്രീനിലേക്ക് വന്നു. പിന്നെ ഷാരൂഖ് ഖാനെ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരു ട്രെയിൻ യാത്ര ഷാരൂഖ് ഖാൻ്റെ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ദിൽവാലെ എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലേക്ക് കാജോളിനെ കൈപിടിച്ച് കയറ്റുന്ന ഷാരൂഖ് ഖാനെ ഇതിൽ നമുക്ക് കാണാം. അതാണ് ആ സിനിമയിൽ ഏറ്റവും ആഘോഷിക്കപ്പെട്ട ഒരു രംഗവും. ഒരുപക്ഷെ ഷാരൂഖിൻ്റെ ജീവിതം മാറ്റിയെഴുതിയ രംഗവും ഇത് തന്നെയാണ്. ഷാരൂഖിൻ്റെ ജീവിതം മാറ്റിമറിച്ച രണ്ടാമത്തെ ട്രെയിൻ യാത്രയായിരുന്നു അത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെയും മാറ്റിമറിച്ച ട്രെയിൻ യാത്രകൾ ഉണ്ടാകും. ട്രെയിനുകൾ ജീവിതത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് ഓടിക്കൊണ്ടിരിക്കും. നമുക്ക് പലപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യുകയും ചെയ്യും. ശരിയായ വണ്ടി കൃത്യസമയത്ത് ലഭിക്കണം. ജീവിതത്തിലെ ട്രെയിൻ കൃത്യസമയത്ത് വേണ്ട സമയത്ത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയത്തിലെത്തും. ആ ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷൻ അവിടെയായിരിക്കും. അപ്പോൾ നമ്മൾ ട്രെയിൻ കയറുമ്പോൾ ആലോചിക്കുക, കൃത്യസമയമാണോ എന്ന് ആലോചിക്കുക, എത്താനുള്ള ലക്ഷ്യം എവിടെയാണെന്നും ആലോചിക്കുക. അത്തരമൊരു പ്രതീക്ഷയോടെ നമുക്ക് ട്രെയിനിൽ യാത്ര തുടരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.